ലോക ക്രിക്കറ്റിന്റെ രാജാക്കന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം എല്ലാവരും ഒരേ അർത്ഥത്തിൽ ഉത്തരം പറയും, അത് ഓസ്ട്രേലിയ ആണെന്നുള്ളത്. എല്ലാ ഫോർമാറ്റിലും സർവ്വാധികാരമാണ് എന്നു മുതൽ ക്രിക്കറ്റ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഓസ്ട്രേലിയക്ക് ഇന്ന് അടിപതർന്ന കാഴ്ചയാണ് T20 വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നത്, അതും സിംബാബ്വേക്കെതിരെ. സിംബാബ്വേക്ക് ആദ്യ അട്ടിമറി, ഈ വേൾഡ് കപ്പിലെ ആദ്യ അട്ടിമറി വിജയം സിംബാബ്വെ സ്വന്താക്കിയിരിക്കുന്നു. അതും ലോക ക്രിക്കറ്റിന്റെ രാജാക്കന്മാരെ അട്ടിമറിച്ചുകൊണ്ടാണ് സിംബാബ്വെ ഓസ്ട്രേലിയക്കെതിരെ കൂറ്റൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓസ്ട്രേലിയക്ക് സിംബാബ്വേക്കെതിരെ തോക്കുക എന്ന് പറയുന്ന അൺഇമാജിനബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓസ്ട്രേലിയ ഇപ്പോൾ എത്തിച്ചേർത്തിരിക്കുന്നത്. നിങ്ങളിപ്പം ഈ വേൾഡ് കപ്പിന്റെ കുറേ മത്സരങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഈ കുഞ്ഞൻ ടീമുകളൊക്കെ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. എല്ലാ മാച്ചസിലും കപ്പിനും ചുണ്ടിനടിയിൽ നഷ്ടപ്പെടുക എന്നുള്ള രീതിയിൽ പല മാച്ചസും പല കുഞ്ഞൻ ടീമിനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഒരു അട്ടിമറി വിജയം നടക്കാൻ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം പ്രതീക്ഷ കാര്യമാണ്. പക്ഷേ ഓസ്ട്രേലിയക്കെതിരെ നടന്നു എന്നുള്ളതാണ് അത്യത്ഭുതമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും തോന്നിയത്. ഒരുപക്ഷെ USA-ക്കെതിരെ ഇന്ത്യ തോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 75-ന് 6 വിക്കറ്റ് പോയെന്നുള്ള സാഹചര്യത്തിൽ നിന്ന് സൂര്യകുമാർ യാദവാണ് ഇന്ത്യയെ പിടിച്ച് കരകയറ്റിയത്. അന്ന് നമുക്ക് തോൽവി മണത്തതാണ്. അതുപോലെ പല ടീമുകളും തോൽവി മണത്തുകൊണ്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, മത്സരത്തിലേക്ക് വരാം അതിനു മുമ്പ് ഓസ്ട്രേലിയക്ക് കാര്യം നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയക്ക് കാര്യമായി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൗളേഴ്സ് ഇത്തവണത്തെ അവരുടെ വേൾഡ് കപ്പിൽ ഇല്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം അവരുടെ ടോപ്പ് ഓർഡർ ബൗളേഴ്സ് എല്ലാം പരിക്ക് പറ്റി എല്ലാം ടീമിന് പുറത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്നത്. ഇതാണ് ഓസ്ട്രേലിയയുടെ ഒരു പോരായ്മ. ഈ T20 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഓസ്ട്രേലിയക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അവരുടെ ടീം അത്ര സ്ട്രോങ് അല്ല എന്നുള്ളത്. ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സിക്കന്ദർ റാസ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 190 റൺസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ 140 റൺസിന് ഓൾ ഔട്ട് ആവും. പക്ഷേ അത്ര വലിയൊരു ടോട്ടലൊന്നും നമ്മൾ കാഴ്ചവെക്കുന്നില്ലായിരുന്നു. 10 ഓവറിൽ 70 തന്നെ നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കിയ സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 160 ആ റേഞ്ച് സ്കോറിലേക്ക് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. എക്സാക്ട്ലി അവർക്ക് ആ 169 റൺസ് എന്ന് പറയുന്ന കുറ്റൻ സ്കോർ, അതും ഒന്ന് ആലോചിക്കണം. 2 വിക്കറ്റ് നഷ്ടത്തിലാണ്. ഒന്ന് ആലോചിക്കുക, ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോഴത്തേക്ക് 2 വിക്കറ്റ് നഷ്ടം മാത്രം സഹിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ എല്ലാം മികച്ച രീതിയിൽ കളിച്ചു. ബെനറ്റ് ആവട്ടെ 64 റണ്ണാണ് 86 ബോൾ അടിച്ച് കൂട്ടിയേക്കുന്നത്. അതോടൊപ്പം തന്നെ മർമാനി 35 റൺ 21 ബോളിൽ, ബേൾ 35, അതോടൊപ്പം തന്നെ സിക്കന്ദർ റാസ അവസാനം 6 ബോളുകളിൽ 13 ബോളിൽ 25 റൺസ് എടുത്ത് ടോട്ടൽ 169 റൺസ് എടുക്കുന്നു. കാര്യമായ ഒരു ബ്രില്യൻ പെർഫോമൻസും ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു റണ്ണ് ഓസ്ട്രേലിയക്കെതിരെ T20 വരുന്നത്. ഇനി മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക, 29 റൺസ് എടുക്കുന്നതിൽ 4ാമത്തെ ഓവറിൽ 29 റൺസ് എടുക്കുന്നതിൽ 4 വിക്കറ്റ്, ടോപ്പ് ഓർഡർ 4 വിക്കറ്റുകളാണ് ഓസ്ട്രേലിയക്ക് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സ്വാഭാവികം. പിന്നെ 5ാമത്തെ വിക്കറ്റിലാണ് നമ്മുടെ മാക്സ്വെല്ലും റൺഷോയും കൂടി ചേർന്നുള്ളൊരു പാർട്ണർഷിപ്പാണ്. അവർ തമ്മിലാണ് കുറച്ചെങ്കിലും ഓസ്ട്രേലിയ ഒന്ന് കരകയറ്റാൻ ശ്രമിച്ചത്. അതല്ലാതെ ഒരു കാരണവശാലും ഓസ്ട്രേലിയ ടോപ്പ് ഓർഡർ നഷ്ടപ്പെട്ട ഓസ്ട്രേലിയക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തന്നെ ഇല്ലായിരുന്നു. ഇതിൽ അവരുടെ എടുത്തു പറയേണ്ട ബൗളറുടെ മികച്ച പെർഫോമൻസ് ആണ്. അതായത് നമ്മുടെ സിംബാബ്വേയുടെ മുസർബാനി എന്ന് പറയുന്ന ബൗളർ 4 ഓവർ വഴങ്ങിയിട്ട് 4 ഓവറിൽ 17 റൺസ് മാത്രമാണ് വഴങ്ങിയത്, 4 വിക്കറ്റും. അതോടൊപ്പം തന്നെ ബ്രാഡ് ഇവാൻസ് 3.3 ഓവറിൽ 23 റൺസിന് 3 വിക്കറ്റ് വിട്ട്. ഇതിൽ എന്തുകൊണ്ടാണ് മുസാർബാനി എന്ന് പറയുന്ന ബൗളറിനെ പറ്റി എടുത്തു പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓവറിൽ, അതായത് 2ാമത്തെ ഓവറിൽ അയാൾ എറിയാൻ വരുവാണ്. 2ാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് ഇടുന്നു. ആ ഓവറിൽ ടോട്ടൽ കൊടുക്കുന്നത് വെറും 5 റൺ. അത് കഴിഞ്ഞിട്ട് എറിയാൻ വരുന്ന അടുത്ത ഓവർ 4ാമത്തെ ഓവർ. ആ 4ാമത്തെ ഓവറിൽ വീണ്ടും ഒരു വിക്കറ്റ് ഇടുന്നു, കൊടുത്തത് വെറും 4 റൺസ്. പിന്നെ 6ാമത്തെ ഓവർ എറിയാൻ വരുന്നു, വെറും 4 റൺസാണ് കൊടുത്തത്. പിന്നെ 19ാമത്തെ ഓവർ എറിയാൻ വരുന്നു, 2 വിക്കറ്റ് ഇട്ടിട്ട് ആകെ കൊടുത്തത് വെറും 5 റൺ. ഇങ്ങനെയുള്ള പെർഫോമൻസ് ഉള്ളപ്പോഴത്തേക്ക് എങ്ങനെയാണ് സിംബാബ്വെ ഓസ്ട്രേലിയക്ക് തകർക്കുന്നത്? കാരണം അവർ ജയിക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് കളിക്കാനായിട്ട് ഇറങ്ങിയത്. അത്ര അതാണ് സിക്കന്ദർ റാസ പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ തന്നെ ഈ ഒരു ക്യാച്ച് നിങ്ങളൊന്ന് നോക്കി, എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ക്യാച്ച് സിംബാബ്വെ, അവർ തോക്കാൻ അവർക്ക് മനസ്സില്ലാത്ത രീതിയിലായിരുന്നു സിംബാബ്വെ കളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയക്ക് ഇത്തരത്തിൽ 23 റൺസിൻ്റെ ഒരു തോൽവി ഓസ്ട്രേലിയക്ക് നേരിടേണ്ടി വന്നത്. ഇൻഎക്സ്പീരിയൻസ്ഡ് ഓസ്ട്രേലിയൻ ടീമാണ് പ്ലേ ചെയ്യുന്നതെങ്കിലും ഇതൊന്നും ഒരു എക്സ്ക്യൂസും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്ത് പറയാൻ പറ്റില്ല. കാരണം അവർ ഏത് ഫോർമാറ്റിലും ഏത് ടീമിനോടെയും ഏത് രീതിയിലും അവർ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ലോക ചാമ്പ്യന്മാർ എന്നൊരു പട്ടം ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു പേര് ഓസ്ട്രേലിയയുടെ പേരായിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഓസ്ട്രേലിയ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയ തോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഫാൻസ് ഒരുപാട് പേരുണ്ട്, അവർക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ ഇത് 2ാമത്തെ തവണയാണ് T20 വേൾഡ് കപ്പിൽ സിംബാബ്വെക്കെതിരെ തോക്കുന്നത്. 2007 ഇതേപോലെ സമാന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സിംബാബ്വെക്കെതിരെ ഓസ്ട്രേലിയ അന്നും തോറ്റിട്ടുണ്ടായിരുന്നു.
സോ ആദ്യ കുഞ്ഞൻ ടീം അങ്ങനെ ICC T20 വേൾഡ് കപ്പിൽ ഒരു അട്ടിമറി വിജയത്തിലൂടെ സിംബാബ്വെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നമുക്ക് എന്തായാലും ഇനി കാത്തിരിക്കേണ്ടത് സൺഡേയിലെ മാച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബിഗസ്റ്റ് റൈവറി മാച്ചിലേക്ക് കാത്തിരിക്കും. അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.